പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അരമണിക്കൂർ മുൻപ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. തന്റെ സർക്കാർ മധ്യസ്ഥത വഹിച്ചതുകൊണ്ടാണ് സമ്പൂർണ്ണമായ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നത് എന്നാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. ട്രംപിന്റെ വാക്കുകൾ. On Saturday, my administration helped broker a full and immediate ceasefire, I think a permanent one, between India and Pakistan, ending a dangerous conflict of two nations with lots of nuclear weapons. And they were going at it hot and heavy, and it was seemingly not going to stop. And I'm very proud to let you know that the leadership of India and Pakistan was unwavering, powerful, but unwavering in both cases, and having these. They really were, from the standpoint of having the strength and the wisdom and fortitude to fully know and to understand the gravity of the situation. And we helped a lot. And we helped also with trade. I said, come on, we're going to do a lot of trade with you guys. Let's stop it. Let's stop it. If you stop it, we're doing trade. If you don't stop it, we're not going to do any trade. People have never really used trade the way I used it. That I can tell you. And all of a sudden they said, I think we're going to stop. And they have. And they did it for a lot of reasons, but trade is a big one. We're going to do a lot of trade with Pakistan. We're going to do a lot of trade with India. We're negotiating with India right now. We're going to be soon negotiating with Pakistan. And we stopped the nuclear conflict. I think it could have been a bad nuclear war. Millions of people could have been killed. So I'm very proud of that. I also want to thank Vice President Vance and Secretary of State Rubio for their work and efforts. They worked very hard on that. ബസ്സതിപ്പോൾ കച്ചവടം അല്ലെങ്കിൽ നിങ്ങൾ ഈ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുമായി കച്ചവടം നടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ നമുക്ക് കച്ചവടത്തിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒപ്പം പറഞ്ഞ കാര്യം ഇതൊരു പെർമനന്റ് വൺ എന്നാണ് സീസ് ഫയർ. നമുക്കറിയാം മിനിങ്ങാന്ന് ഈ സീസ് ഫയർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും അത് ലംഘിക്കുന്ന പാകിസ്ഥാൻ ഇന്നലെയും കണ്ടതാണ്. ഇത് കാലങ്ങൾ അത്രയും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അങ്ങനെ എന്താ പറയുക ശാശ്വതമായ ഒരു വെടിനിർത്തൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നേയില്ല. അത് പ്രധാനമന്ത്രി ട്രംപിനുള്ള മറുപടിയായി പാകിസ്ഥാന് ഇനി കൊടുക്കാൻ പോകുന്ന മറുപടിയൊക്കെയായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നേരത്തെ വന്ന ഈ എക്സ് വഴി ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും ഇപ്പോഴത്തെ വാർത്താ സമ്മേളനത്തിലെ ചില വാക്കുകളും നോക്കുകയാണെങ്കിൽ ചെറിയൊരു ക്ലൈം ഡൗൺ ഉണ്ട്. അതായത് ആദ്യം പറഞ്ഞിരുന്നത് മീഡിയേറ്റഡ് എന്നുള്ളതാണ്, മധ്യസ്ഥത വഹിച്ചു എന്നുള്ള തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഹെൽപ്ഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ സഹായിച്ചു, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തലിന് ഞങ്ങൾ സഹായിച്ചു, എൻ്റെ ഭരണകൂടം സഹായിച്ചു എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഒരു പക്ഷേ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൊരു വലിയ കാര്യമായിരിക്കും. പക്ഷേ എന്നാലും അമേരിക്ക അവിടെ ഒരു ശക്തിയായി നിന്നു ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിൽ എന്നുള്ളൊരു വ്യാഖ്യാനത്തിന് അത് വഴിവെച്ചിരുന്നതാണ്. ഇപ്പോൾ വ്യാപാരം ഒരു ആയുധമാക്കി, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വ്യാപാരം എന്നൊരു ഘടകം കൊണ്ടുവന്ന് അത് വെച്ച് വിലപേശി ഒരു സമാധാനത്തിന് വഴി കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നത്. അത് നിങ്ങൾ രണ്ടുപേരുമായി ഞങ്ങൾ വ്യാപാരം ചെയ്യില്ല, കച്ചവടം നടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ നിർത്തിയാൽ വലിയ തോതിൽ കച്ചവടം ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ ഇതിൽ മറ്റൊന്ന് പറയാനുള്ളത്, ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത് ഒരു ആണവ യുദ്ധം ഞാൻ ഒഴിവാക്കി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷങ്ങൾ മരിച്ചു വീണേനെ എന്നുള്ളതാണ്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസൊക്കെ പറയുന്ന ഈ വലിയ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ വിവരം എന്ന് പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഒരു ആണവ യുദ്ധത്തിനുള്ള വഴി ഉണ്ടാകും എന്നുള്ളതായിരുന്നോ ഇവർ പറഞ്ഞിരുന്നത് എന്നുകൂടി വായിച്ചെടുക്കേണ്ടതുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇനി ഈ ആണവായുധ ഭീഷണിയൊന്നും കൊണ്ട് ഞങ്ങളടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല, തിരിച്ച് മറുപടി നൽകിയിരിക്കും. ഏത് ഇൻസ്റ്റലേഷനും ഏത് സ്ഥാപനവും ഏത് കേന്ദ്രവും ഞങ്ങൾക്ക് എത്തിപ്പെടുന്ന ദൂരത്തിൽ മാത്രമാണ് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. രണ്ട്, ഈ പറയുന്ന വ്യാപാരം എന്ന് പറയുന്ന കാര്യം, അതായത് വ്യാപാരം എന്ന് പറയുന്നത് വ്യാപാരവും ഭീകരപ്രവർത്തനവും ഒന്നിച്ചു പോകില്ല എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് പാകിസ്ഥാനുമായി ഇനി ഒരു ചർച്ചയില്ല, അത് പാക് അധീന കാശ്മീരിൻ്റെ കാര്യത്തിലും ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്.